ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൻ വ്ലോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരി അത്യാവശ്യം ക്രിസ്പി കിട്ടാനാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു രീതിക്ക് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴംപൊരിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് പറ്റും. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ മാവ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നേന്ത്രപ്പഴമാണ്. പഴം ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാവിൽ ഒന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പഴംപൊരിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനും മറക്കരുത്.